ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 13. വേദശിരമുനിയും അശ്വശിരമുനിയും പരസ്പരം ശപിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ ബഹുലാശ്വൻ ചോദിച്ചു, നാഗങ്ങളിൽ ശ്രേഷ്ഠനായ കാളിയൻ പൂർവജന്മത്തിൽ എന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങൾ ഫണങ്ങളിൽ പതിയാൻ ഇടയാക്കിയത് എന്ന് എനിക്ക് ദയവായി പറഞ്ഞു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു, സ്വായംഭുവ മന്വന്തരത്തിൽ ഭുഗു വംശജാതനായ വേദശിരൻ എന്ന മുനി വിന്ധ്യാപർവ്വതത്തിൽ തന്റെ ആശ്രമത്തിൽ തപസ് ചെയ്യുകയായിരുന്നു. അതേയിടത്ത് തപസ് ചെയ്യാനായി അശ്വശിരൻ എന്ന മഹർഷിയും എത്തിച്ചേർന്നു. അശ്വശിരമുനിയെ കണ്ടപ്പോൾ വേദശിരമുനി ഇപ്രകാരം പറഞ്ഞു, എന്റെ ആശ്രമത്തിൽ താങ്കൾ തപസ് ചെയ്യരുത്. അങ്ങേക്ക് വേറെയൊരു സ്ഥലവും തപസ് ചെയ്യാൻ കിട്ടിയില്ലേ? വേദശിരമുനിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അശ്വശിരമുനി കോപിഷ്ഠനായി ഇപ്രകാരം പറഞ്ഞു, മുനിശ്രേഷ്ഠ, ഈ ഭൂമി എന്റെയോ താങ്കളുടേതോ അല്ല. ഇത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെതാണ്. താങ്കൾ വെറുതെ സർപ്പത്തെ പോലെ ഹുങ്കാരം ചെയ്യുകയാണ്. അതിനാൽ താങ്കൾ ഗരുഡനെ എപ്പോഴും ഭയമുള്ളവനായ ഒരു സർപ്പമായി തീരട്ടെ. വേദശിരമുനി അതിനു പകരമായി ഇപ്രകാരം അശ്വശിരമുനിയെയും ശപിച്ചു, ദുർമതേ, താങ്കൾ ചെറിയ കാര്യത്തിന് പോലും ഏറ്റവും വലിയ ശിക്ഷ നൽകുകയാണ്. നിങ്ങളുടെ മനസ്സ് വളരെ ദുഷിതമാണ്. സ്വന്തം കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ കാക്കയെ പോലെ പെരുമാറുകയാണ്. അതിനാൽ താങ്കൾ കാക്കയാവട്ടെ. ആ സമയത്ത് മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും പരസ്പര ശാപത്താൽ ദുഃഖിതരായ അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു, രണ്ടുപേരും എന്റെ ഭക്തരാകയാൽ രണ്ടുപേരുടെയും വാക്കുകൾ വ്യർത്ഥമാക്കാൻ നിവൃത്തിയില്ല. പറഞ്ഞവ തീർച്ചയായും സംഭവിക്കും. അല്ലയോ വേദശിരമുനി, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദമുദ്ര ഫണങ്ങളിൽ പതിക്കുന്നതോടുകൂടി അങ്ങേക്ക് ഗരുഡനെ ഭയക്കേണ്ടതില്ല. ഹേ അശ്വശിരമുനി, വിഷമിക്കാതെ. കാക്കരൂപിയായിരിക്കുമ്പോഴും താങ്കൾക്ക് തീർച്ചയായും ഉത്തമജ്ഞാനം ലഭിക്കും. അതോടൊപ്പം താങ്കൾക്ക് യോഗസിദ്ധിയും ഉന്നതമായ ത്രികാലജ്ഞാനവും ലഭ്യമാകും. അങ്ങനെ അശ്വശിരമുനി യോഗീന്ദ്രനായ കാകഭുഷുണ്ഡി എന്നു പേരുള്ള കാക്കയായി നീലപർവ്വതത്തിൽ വാസമുറപ്പിച്ചു. അദ്ദേഹം എല്ലാം മനസ്സിലാക്കിയ തത്വജ്ഞാനിയായ ഒരു ശ്രീരാമ ഭക്തനായി മാറി. അദ്ദേഹമാണ് ഗരുഡന് രാമായണം പറഞ്ഞു കൊടുത്തത്. വേദശിരയാകട്ടെ കശ്യപ പത്നിയായ കദ്രുവിന്റെ പുത്രനായി കാളിയൻ എന്ന പേരിൽ ജന്മമെടുത്തു. കദ്രു ശേഷൻ അടക്കമുള്ള അനേകം മഹാനാഗങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അവയെല്ലാം അത്യന്തം ശക്തിശാലികളും വിഷമുള്ളവയും ആയിരുന്നു. ശ്രീ നാരദൻ തുടർന്നു, ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ശേഷനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ ശേഷ, നിനക്ക് അല്ലാതെ വേറെ ആർക്കും ഈ ലോകത്തെ താങ്ങി നിർത്താൻ കഴിവില്ല. നിന്റെ കഴിവ് പ്രശംസനീയമായതിനാൽ നീ തന്നെ ഈ ലോകത്തെ താങ്ങി നിർത്തുക. അതിനാൽ നീ അനന്തൻ എന്ന് അറിയപ്പെടും. ശേഷന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ അതിനൊരു സമയപരിധിയും നിശ്ചയിച്ചു. ശേഷൻ തന്റെ 1000 മുഖങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും വെവ്വേറെ ഭഗവാന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നാമങ്ങൾ ഉച്ചരിക്കുവാനും എപ്പോൾ ആ ദിവ്യനാമങ്ങൾ തീരുന്നുവോ അപ്പോൾ ഭൂമിയെ ഇറക്കി വെച്ചു കൊള്ളുവാനും ഭഗവാൻ നിർദ്ദേശിച്ചു. ലോകത്തിന്റെ ഭാരം താങ്ങി നിർത്തുന്ന അനന്തന്റെ ശരീരത്തെ താങ്ങാനായി ഭഗവാൻ ആമയായി വന്ന് അനന്തനെ ഉയർത്തിപ്പിടിച്ചു കൊള്ളാമെന്നും അരുളി ചെയ്തു. അപ്പോൾ അനന്തൻ ഭഗവാനെ നമസ്കരിച്ച ശേഷം പാതാള ലോകത്തേക്ക് പോയി. അവിടെ അനന്തൻ ഈ ലോകത്തെ തന്റെ ഒരു ഫണം കൊണ്ട് താങ്ങി നിർത്തി. മറ്റുള്ള നാഗങ്ങളെല്ലാം രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം എന്നിവിടങ്ങളിലെല്ലാം ചെന്നു. ബ്രഹ്മാവ് അവർക്കു വേണ്ടി ഭൂമിയിൽ രമണകദ്വീപ് നിർമ്മിച്ചു. കാളിയൻ മുതലായ നാഗങ്ങൾ അവിടെ സുഖമായി താമസിച്ചു.
ഇനി എന്താണ് അറിയാൻ താല്പര്യമെന്ന് നാരദൻ ബഹുലാശ്വനോട് ചോദിക്കുകയും ചെയ്തു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 13-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.